നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വലിയ ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ ഞണ്ട്. വേദയ്ക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുഞ്ഞു ഞണ്ട് വാങ്ങിക്കില്ല. വാങ്ങിക്കുകയാണെങ്കിൽ വലിയ ഞണ്ടേ വാങ്ങത്തുള്ളൂ. അങ്ങനെ വലിയ ഞണ്ട് ദേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു തട്ടിക്കൂട്ട് കറി വയ്ക്കാം. ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല വേദയ്ക്ക്. വേദയ്ക്ക് രുചിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കത്തുള്ളൂ. അപ്പം ഞാനൊരു ഈസി പണി നോക്കുകയാണ്. കാരണം സമയം 10:45. ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വേദയെ വിട്ടു. വസ്ത്രയിൽ 2-3 സാരി വന്നല്ലോ. അയ്യോ, അതിൻ്റെ എൻക്വയറീസും കാര്യങ്ങളായിട്ട് അത് ഓൾറെഡി എല്ലാം സോൾഡ് ഔട്ടായി. പക്ഷേ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ആ സാരിക്ക് ഇത്രയും ഇതുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതിന് കുറച്ചുകൂടി ഞാൻ സാരി എടുത്താനെ. പക്ഷേ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനെല്ലാം നമ്മൾ മറുപടി കൊടുക്കണ്ടേ? സോൾഡ് ഔട്ട് ആണെന്നുള്ളൊരു മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഫുൾ തിരക്ക്. അതിനൊക്കെ റിപ്ലൈ കൊടുത്ത് നിൽക്കുന്നതല്ലാതെ എൻ്റെ ജോലിയൊന്നും നടക്കുന്നില്ല. അപ്പം നമുക്കൊരു ഈസി പീസി ഞണ്ട് കറി എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വസ്ത്രയെ സൈലൻറ്റിലിട്ടിട്ട് വന്നു. അല്ലെങ്കിൽ അതിൽ ബീപ്പ് കേൾക്കുമ്പോൾ എനിക്ക് പോയി അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് സൈലൻറ്റിലിട്ട് വന്നു. അപ്പോൾ അറിയില്ലല്ലോ. അല്ലാതെ ജോലിയൊന്നും നടക്കുന്നില്ലെന്ന്. എനിക്കിന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോകണമായിരുന്നു. ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പരിപാടികൾ. ഒന്നും നടന്നില്ല. 10:30 മണിയായി. ഇനി എപ്പോഴാണാവും? കുറേ കൊറിയർ ഇനി കൊടുക്കാനുണ്ട്. ഒന്നും കൊടുത്തില്ല. അതൊക്കെ അവിടെ ഇരിക്കണേ ഉള്ളൂ. ഇനി ഞാൻ റെഡിയായി കുളിച്ച് ഒക്കെ എപ്പോഴാണാവോ? ഞണ്ട് വെട്ടി വാങ്ങിച്ചിട്ട് വന്നേ. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ മീൻ വാങ്ങാൻ പോയപ്പോൾ എടുത്തു വെച്ച ക്ലിപ്പാട്ടോ. ആ ഞണ്ടിൻ്റെ വലിപ്പം നോക്കിയേ. നല്ല വലിയ ഞണ്ട. കാല് കാണുമ്പോൾ അറിയാം ഞണ്ടിൻ്റെ വലിപ്പം. 3 വലിയ ഞണ്ടായിരുന്നേ. ഞണ്ട് സീസൺ ആയെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ വലിയ ഞണ്ടാണ് ഫ്ലഷൊക്കെ ഉള്ളത്. ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെട്ടി വാങ്ങിച്ച് വന്നത് കൊണ്ട് എളുപ്പമുണ്ട്. ഇനി ഒരു ചെറിയ പരിപാടിയുണ്ട്. ഈ തടിയൻ കാലുകളെല്ലാം ഒന്ന് നമുക്ക് ഇടികല്ലിലൊന്ന് ഇടിച്ച് ചതച്ചിടണമെങ്കിൽ എൻ്റെ മസാലയൊക്കെ അതിനകത്ത് കയറത്തുള്ളൂ. നമുക്ക് പൊളിച്ച് കഴിക്കാനും എളുപ്പം അങ്ങനെയാണേ. ഇതുപോലെ ഒന്ന് ചതച്ചിടും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാനെങ്കിലും എളുപ്പമുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ പാടുപെടും. അങ്ങനെ നമ്മുടെ ഞണ്ടിനെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം. ഈസിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ താഴെ പോകാനെ. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാവേ. എൻ്റെ ഒരു ഐഡിയ ആണിത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അഗാരോയുടെ HP2179 ഹോട്ട് എയർ ബ്രഷ് ആട്ടോ. ഈ ബ്രഷ് കൊണ്ട് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാം, വോൾമൈസ് ചെയ്യാം, സ്റ്റൈലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഹെയർ ഒന്ന് കിടക്കുന്നത് നോക്കിയേ. ആകെ മെസ്സിയായിട്ട് ചുരുണ്ട് കൂടി ഒരു ഭംഗിയില്ലാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു ഈസി വേ ആണ് ഈ ഒരു ഹോട്ട് എയർ ബ്രഷ് എന്ന് പറയുന്നത്. വിത്തിൻ 5 to 7 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കിട്ടിലായിട്ട് സെറ്റ് ചെയ്യാം. ഇതിന് 3 സ്പീഡ് വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു ഫാനാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ചെറിയ ഒരു ഹോട്ടാണ്. മൂന്നാമത്തേത് വെരി ഹോട്ടാണ്. അപ്പം ഞാൻ ആ സെക്കൻഡ് ആ ഒരു ഇതിലിട്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ ഹെയർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു ബ്ലോ ഡ്രൈ എഫക്റ്റ് വേണമെങ്കിൽ അതിൻ്റെ എൻഡ് ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് അങ്ങനെ സെറ്റായിട്ടിരിക്കും. ഹീറ്റും ഹൈ കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വരും. ഒരുപാട് ഹൈ കൊടുക്കണ്ട. നല്ല ഹീറ്റ് ആവുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് ഓപ്ഷനിൽ ഇട്ടാൽ തന്നെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്രഷ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ചാർക്കോൾ ബ്രിസ്റ്റൽസ് കൊണ്ടാണ് വരുന്നത്. അതുപോലെ എയർ ചാനൽസും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹെയർ ഡ്രയർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. 360 ഡിഗ്രി എയർ ഫ്ലോ വെൻ്റ് ആണ് വരുന്നത്. ആൻഡ് 1200 വാട്ട്സ്. സത്യമായിട്ടും ലുക്സ് റിയലി ഗുഡ്. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. മറ്റുള്ള ബ്ലോ ഡ്രൈ പോലെ ഒന്നുമല്ല. ഇത് നമ്മുടെ ചീപ്പ് വെച്ച് കോംബ് ചെയ്യും പോലെ ജസ്റ്റ് ഇങ്ങനെ കോംബ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് ഹെയർ നല്ലതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണ്. അതിനുള്ള സമയമില്ല. എന്നാലും നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഒരു സാധനം അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കോംബ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബ്ലോ ഡ്രൈ ചെയ്യണമെങ്കിൽ എൻ്റെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഹീറ്റ് ഇട്ടിട്ട് ഒന്ന് നനവോട് കൂടി എൻ്റെ ഒക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇതായിട്ട് കിടക്കും. ഞാൻ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറൊക്കെ ആയതുകൊണ്ടാണ് അതങ്ങനെ കറക്റ്റ് വരാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹെയർ എന്നുള്ളത് എന്ത് വ്യത്യാസമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഹെയറിനെ കോംബ് ചെയ്ത് സെറ്റാക്കി ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ ആയിട്ട് കിടപ്പുണ്ട്. സത്യമായിട്ടും കേട്ടോ ഭയങ്കര സിൽക്കി
ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഭയങ്കര സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതെൻ്റെ ബിഫോർ ഹെയർ ആണ്. ഇനി എൻ്റെ ആഫ്റ്റർ ഹെയർ ഒന്ന് നോക്കിയേ, ഇത് ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ്. അഗാരോ ഹോട്ട് എയർ ബ്രഷ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് കൂടുതലിട്ടേ, ഇതല്ലേ ഞണ്ടായതുകൊണ്ട്. ഇഞ്ചി, പിന്നെ ഒരു 1.5 സവോള, കൂടി പോകുന്നറിയില്ല, ഒരു പച്ചമുളക്, ഒരു വലിയ തക്കാളിയൊക്കെ കൂടുതലിട്ടാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മുളക് പൊടി, കുരുമുളക്, ഇതാണ് ഞാൻ പറഞ്ഞത് ഈസി പണി തന്നെ. മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് അതുപോലെ മല്ലിപ്പൊടി ഇടാവേ. മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക, നല്ല പോലെ അരച്ചെടുക്കാവേ. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ പെട്ടെന്നാവും. ഞാനത് മുഴുവൻ ഇട്ടു, അതുകൊണ്ട് കുറച്ച് താമസം എടുക്കും. നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ടേ. നമുക്കിനി അടുപ്പത്തൊരു പാൻ വയ്ക്കാം. ഞാനേ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചതേ. പാനിന് പകരം ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടിയിൽ വെച്ച് വയ്ക്കാമെന്ന് കരുതി. നമ്മുടെ എണ്ണയൊന്നും ഒഴിച്ചില്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. കടുകും പൊട്ടിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. ഇതൊരു പരീക്ഷണമാണ്, എന്താവും എന്നുള്ളത് അറിയില്ല. എളുപ്പത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, അതാണ് എൻ്റെ പഠനം. കടുക് പൊട്ടുന്നുണ്ട്, വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ഇടാവേ. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാതെ. സവോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് എണ്ണയിട്ട് വഴറ്റാവേ. നല്ല മണം വരുന്നുണ്ട്. ഇനി കറി എങ്ങനെയാണെന്നുള്ളത് കൂട്ടി നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഉപ്പൊക്കെ വേണമെങ്കിൽ ഇടണേ. തക്കാളിയൊക്കെ കൂടുതലിട്ടാലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. എനിക്കിനി എന്തോരം പണി നടക്കുന്നു എന്നറിയോ? ഒരു ജോലിയും ആയില്ല. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ, കാരണം അതിൻ്റെ ആ പച്ച ചവയൊക്കെ ഒന്ന് മാറാനായിട്ടെ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച ചവ മാറാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എൻ്റെ അമ്മ ചൂട് സഹിക്കാനും വയ്യ, വെറുതെ നിന്ന് ഇങ്ങനെ വിയർത്തോണ്ട് ഇരിക്കുകയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സാധനം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. ജീരകവും കൂടി എൻ്റെ കൂട്ടത്തിട്ട് അരയ്ക്കണമെന്നുണ്ടായിരുന്നു. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിലും ഒരു നുള്ളിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കൊഞ്ചം അങ്ങനെ വയ്ക്കും, ചെമ്മീൻ. പക്ഷെ ഇതിങ്ങനെ ഈ കറിയല്ല, ജീരകം ഇട്ടിട്ട് വയ്ക്കും, ഇതുപോലെയൊക്കെ തന്നെ ഏകദേശം. പക്ഷെ അത് ജീരകം കൂടി ആഡ് ചെയ്യും, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിലും ഇടണമെന്ന് കരുതി, പക്ഷെ ഞാൻ മറന്നുപോയി. ഇനി എൻ്റെ കയ്യിൽ പൊടിച്ചതില്ല, മുഴുവനേ ഉള്ളത് ഇട്ടാൽ ശരിയാവില്ല. ജീരകം എന്ന് പറഞ്ഞാൽ തോരനിലൊക്കെ അരയ്ക്കുന്ന ജീരകം, പെരുംജീരകമല്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ വെള്ളം ഉണ്ട്.
അതിൽ നിന്ന് ഇങ്ങനെ വരും. പക്ഷെ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ശകലം വെള്ളം വച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് ഞണ്ടിനെ ഫുൾ ഈ മസാലകളിൽ മുക്കിയെടുക്കാം നമുക്ക്. നല്ല വലിയ ഞണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞണ്ട് വാങ്ങുമ്പോഴേ ഞണ്ടുകളുടെ കാല് കാണാനുണ്ടാവില്ല. അങ്ങനെ ആ ചേച്ചിയുടെ പറഞ്ഞ് ഞണ്ടിന് കാലില്ല. അപ്പോൾ ആ ചേച്ചി കാലുള്ള ഞണ്ട് വെട്ടിത്തന്നു കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഈ ചെറിയ ഞണ്ട് വാങ്ങത്തില്ല, അതിലൊന്നും ഉണ്ടാവില്ല. ഇതിലാകുമ്പോൾ നല്ല ഫ്ലഷൊക്കെ ഉണ്ടാവും. കണ്ടിട്ട് കറി കൊള്ളാൻ തോന്നുന്നു. ഇനി ഞണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങും കേട്ടോ. വെള്ളം ഇറങ്ങി അതവിടെ കിടന്ന് തിളച്ച് വേവട്ടെ. ഞണ്ട് അവിടെ കിടന്ന് തിളക്കട്ടെ, മൂടി വെച്ച് വേവിക്കാവേ. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇടണം. ആ സമയം കൊണ്ട് ഞാനൊന്ന് കിച്ചനും വീടും ഒക്കെ വൃത്തിയാക്കട്ടെ. വസ്ത്രം ഞാൻ സൈലൻറ്റിലിട്ടു കേട്ടോ. സൈലൻറ്റിലിട്ടില്ലെങ്കിൽ കൂക്കു കേട്ടോണ്ടേ എനിക്ക് അതിൻ്റെ പുറകെ നിൽക്കാനും നേരം കിട്ടും. ഇതാകുമ്പോൾ ജോലി കഴിഞ്ഞിട്ട് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ സൈലൻറ്റിലിട്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീടൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഞണ്ട് കറി റെഡിയാവും. നമ്മുടെ ഞണ്ട് കറി എന്തായെന്ന് നോക്കാം. വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചായിരുന്നു. ഞണ്ടിൻ്റെ വെള്ളം എല്ലാം കൂടി ആക്കി നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. വേണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. കുറച്ചുകൂടെ വറ്റാകുമ്പോൾ നല്ലതായിട്ടിരിക്കും കേട്ടോ. ഇനിയൊരു ഫൈനൽ ടച്ചപ്പ് വേണ്ടേ നമുക്ക്? എന്താണെന്നോ നമ്മുടെ മല്ലിയില. കറി എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? നോക്കാവേ. മല്ലിയിലയുടെ അരിഞ്ഞിട്ടിട്ട് നല്ല ആവി കൈ കടിക്കും. എത്ര പെട്ടെന്ന് നമ്മുടെ കറി റെഡിയായി. ഉപ്പ് നോക്കാം, കറി എങ്ങനെയുണ്ട്, രുചിയുണ്ടോ എന്നൊക്കെ നോക്കാം. ഞാനാദ്യം ഒന്ന് വിയർത്ത് കൂടിക്കും. വീഡിയോ കൂടെ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ചൂടാണ്. ഇതിൻ്റെ കാലിനൊന്ന് ഒടിച്ചിട്ടാൽ മതിയായിരുന്നു. കുഞ്ഞു കറി കേട്ടോ. ജോലി എളുപ്പം, നല്ല രുചിയുണ്ട്. ഇനി വേദ വന്നിട്ട് നമുക്ക് വേദയ്ക്ക് കൊടുത്തിട്ട് വേദ എന്താണ് പറയുന്നത് നോക്കാതെ. നല്ലതായിട്ടുണ്ട്, അടിപൊളി. ലേശം ഉപ്പ് വന്നിട്ടുണ്ട്. ഉപ്പ് രാവിലെ ഞാൻ പൊട്ടിച്ചിട്ട് അതിൽ തട്ടി വെച്ച ശേഷം കുറച്ച് ബാക്കി വന്നു. അതങ്ങനെ കവറിൽ തന്നെ വെച്ചിരിക്കുക. ഇനി തിളപ്പിക്കണ്ട കേട്ടോ. അത് മുറുകി തുടങ്ങി. ഇനി ഒരുപാട് ഇട്ട് തിളപ്പിച്ചാൽ വീണ്ടും മുറുകും. വെന്തു. ഞണ്ടിനൊന്നും അധികം വേവില്ലല്ലോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉദ്ദേശത്തിനെക്കാട്ടി രുചിയുണ്ട്. നമുക്കേ ഞണ്ടുകാല് തിന്നാലോ? ഞണ്ടുകാല്. ഞാൻ എപ്പോഴും ഞണ്ടിനെക്കാട്ടി കൂടുതലും ഞണ്ടിൻ്റെ കാലാണ് കഴിക്കുന്നത്. നല്ലതായിട്ടുണ്ട് കേട്ടോ. നല്ല ചിക്കൻ കറി പോലെ ഇരിപ്പുണ്ട് സത്യമായിട്ടും. രണ്ട് കൈയും മുഖവും ഫുള്ളാവും ഞണ്ട് കഴിച്ചാൽ. എരിവ് അത്രയും പൊട്ടിച്ചിട്ടതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റി. നല്ല ഫ്ലഷുള്ള ഞണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ആ കാലിൻ്റെ പകുതിയിലിരുന്ന ഫ്ലഷാണ് കണ്ടോ. നല്ല ഫ്ലഷുള്ള ഞണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആരും കൊതി വിടല്ലേ. മുഖത്തൊക്കെ ആവുന്നു. പറഞ്ഞില്ലേ, രണ്ട് കൈയൊക്കെ ഉണ്ടെങ്കിലേ ഞണ്ട് കഴിക്കാൻ പറ്റൂ. അത് എൻ്റെ കാല് കഴിക്കാനാണ് ഏറ്റവും പാട്. എനിക്ക് കാലാണ് ഇഷ്ടം.
3 വലിയ ഞണ്ടായിരുന്നു, 500 രൂപയായിരുന്നു. ദാ എനിക്കൊരു ഒരു ഹ്യൂജ് കൊറിയർ ബോക്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടാവും വസ്ത്രയ്ക്ക് വന്ന സാരിയോ എന്തെങ്കിലും ആയിരിക്കും. ഒന്നുമല്ല, വേദ കഴിഞ്ഞ ദിവസം വീണത് ഓർമ്മയുണ്ടല്ലോ, ചെയർ പൊട്ടിപ്പോയി. അതൊരു പഴയ ചെയറായിരുന്നു കേട്ടോ, ഉള്ള പഴയ സ്റ്റഡി ടേബിളിൻ്റെ ചെയറായിരുന്നു. അതിന് പകരം ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് വന്ന ചെയറാണ്. ഇത് എത്തിക്കാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയാം. ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ. ഇത് ആക്ച്വലി ഇന്നലെ വന്നിട്ട് ആ കൊറിയർ ബോയ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വലിയ വണ്ടിയിലാണോ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു വലിയ വണ്ടി വന്നാലും ഇവിടെ തിരിക്കാൻ പറ്റില്ല, നമ്മുടെ കാർ ഇപ്പോൾ വലുതായപ്പോൾ ഇവിടെ വലിയ വണ്ടികളൊന്നും തിരിയത്തില്ല, തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് താഴെ ഇട്ടിട്ട് വന്നാൽ മതി. ഒരു ചെയറല്ലേ, അത്ര വലിയ വെയിറ്റ് ഒന്നും ഇല്ല, അതെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം. അപ്പോഴുണ്ടല്ലോ ഇയാൾ ആദ്യം വീടൊക്കെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, വീട് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഏത് വഴി വരണം, അവിടെ വന്നിട്ട് എങ്ങോട്ട്? ഞാൻ പറഞ്ഞു അവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മുകളിൽ കയറിയാൽ നിങ്ങൾക്ക് തിരിക്കാൻ പാടാണ്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞേ ഇല്ല, ഇത് ഒന്ന് ഹെൽപ്പ് ചെയ്താലെങ്കിൽ മുകളിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലാതെ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു. അപ്പം ഞാനും തിരിച്ചു ഷൗട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം. ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തിരിച്ച് എന്നെ ഒന്നുകൂടെ വിളിച്ചു, നിങ്ങൾക്ക് ഈ സാധനം വേണോ? ഞാൻ പറയും വേണം എന്നുള്ളതല്ലേ ഓർഡർ ചെയ്തത്, അത് ആരെങ്കിലും വന്നാൽ മാത്രം കൊണ്ടുതരാൻ പറ്റില്ല, എനിക്ക് കൊണ്ടുതരാൻ പറ്റില്ല, അവിടെ തിരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് ഇയാളങ്ങനെ ഷൗട്ട് ചെയ്യണ്. ഞാനും ഷൗട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യാനാണ് നമ്മൾ എടുത്തത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ട് തരാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആമസോണിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഇന്ന് സുന്ദരമായിട്ട് വീട്ടിൽ ഇവിടെ കൊണ്ടുവന്നു വലിയ വണ്ടിയിൽ. അപ്പോൾ അയാളാണോ അവരല്ല ഇന്നലെ വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞു, നമുക്കറിയില്ല. ആരായാലും ഇന്ന് കറക്റ്റ് കൊണ്ടുവന്ന് തന്നു. ഞാനിവിടെ വണ്ടി കയറില്ല എന്നും പറയാൻ പോയില്ല. അയാൾ ഇവിടെ വന്നിരുന്ന് കഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വന്നവർ റിവേഴ്സ് എടുത്ത് പോകുന്നുണ്ട്, നമ്മളവിടെ കുറച്ച് ഇറക്കമാണ്, അപ്പോൾ റിവേഴ്സ് എടുക്കാനും പാടാണ്. അതുകൊണ്ട് അവരുടെ ഒരു ഇതിനാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ ചാടിക്കടിക്കാൻ തന്നു. അതുകൊണ്ട് എന്തായി, ഇന്നിപ്പോൾ അവർ വീട്ടിൽ കൊണ്ടു തന്നു, കറക്റ്റ് ഒരു പ്രശ്നമില്ലാണ്ട് കൊണ്ടു തന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ആരോ കംപ്ലയിൻറ്റ് ചെയ്തു എന്നല്ല, എന്തോ ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെയാണ് കംപ്ലയിൻറ്റ് ചെയ്തത്, ഇങ്ങനെ എന്നോട് ഷൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ വേദയ്ക്ക് ഓർഡർ ചെയ്ത ചെയർ. ഇത് 2000 സംതിങ് ആട്ടോ ഈ ചെയർ. ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ഈ ഒരു ചെയർ കൊണ്ടുവരാൻ അയാൾക്ക് 2 പേര് കൂടെ വേണമെന്ന്. സർപ്രൈസ്. മീൻ ചട്ടി ആയതുകൊണ്ടാണ് തുറക്കാത്തത്. മീൻ അവൾക്ക് ഇഷ്ടമല്ലല്ലോ. ഞണ്ട് ആയിട്ട് ചപ്പാത്തി വാങ്ങിക്കാം. ഓക്കെ. വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷന് വേദയെ വിട്ട ശേഷം ഞാൻ നേരെ വെട്ടുകാട് വന്നു. ആഴ്ചയിൽ ഒരു ദിവസം പറ്റുന്ന ഒരു ദിവസം ആഴ്ചയിൽ ഞാൻ വരാറുണ്ട്. അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ MOTയിലൊന്ന് പോയി. ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്കൊരു ചപ്പൽ വാങ്ങണമായിരുന്നു. ഇന്നലെ ബാറ്റയിൽ കയറിയിട്ട് ബാറ്റയിൽ ഇത്രയും പുരോഗമിച്ചിട്ടും ബാറ്റ പഴയ ആ ഒരു ഇതിൽ കിടക്കുന്നതേ ഉള്ളൂ. ബാറ്റയിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സുഡിയോയിലോ മാക്സിലോ ഒക്കെ കയറാമെന്നും പറഞ്ഞ് അങ്ങനെ സുഡിയോയിലാണ് ആദ്യം കയറിയത്. അവിടെ കയറിയപ്പോഴും എനിക്ക് വേദയ്ക്കിടാൻ പറ്റിയ ചപ്പലൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു 1-2 ഹെയർ ബാൻഡ് എടുത്തു. ഹെയർ ബാൻഡ് എടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുന്നു, ഒരു വിധത്തിലാവുന്നില്ല. എന്തോ വസ്ത്രയുടെ ഫോണിൽ നിന്നും ആവുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവുന്നില്ല. കാർഡും എടുത്തിട്ടില്ല, പൈസ എടുത്തിട്ടില്ല കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയിട്ടും ജസ്റ്റ് 100 റുപ്പീസ് അത് ആവുന്നതേ ഇല്ല. അപ്പോൾ എന്തോ 24 hours 5000 വരെ എന്തോ ഒരു മെസ്സേജ് എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേദയ്ക്ക് ചപ്പാത്തി വാങ്ങാൻ 10 രൂപ പേ ചെയ്തപ്പോഴേക്കും പേ ആയ കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് 100 രൂപ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ സുഡിയോയിൽ മാത്രമേ കയറുള്ളൂ, മാക്സിലോ ട്രെൻഡ്സിലോ ഒന്നും കയറിയില്ല. കാരണം ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ലല്ലോ. എനിക്ക് പിന്നെ പൈസ കൊടുക്കണ്ടേ, പൈസ കൊടുക്കാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് വേറെ കടകളിലൊന്നും കയറി ഇറങ്ങാണ്ട് നേരെ പിന്നെ ഞാൻ വേദയെ അങ്ങ് ട്യൂഷന് വിളിക്കാനായിട്ട് പോയേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹെയർ ഡ്രയറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വാങ്ങാവുന്നതാണ്. അപ്പോൾ നാളെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.